ഇവിടെ പാഡക്കിൽ ആളുണ്ട്. ഇതാരാണ്? ഇത് കൃഷ്ണ എന്ന് പറയുന്ന ടൈഗറാണ്. കൃഷ്ണ. ഓക്കെ, കൃഷ്ണ ശൗര്യം കാണിക്കുന്നുണ്ട്. അപ്പൊ കൃഷ്ണ എവിടുന്ന് എപ്പോ? കുപ്പമുടി എസ്റ്റേറ്റിൽ നമ്മൾ ലാസ്റ്റ് പിടിച്ച ടൈഗറാണ്. ഈ നമ്മുടെ പേരിടാത്ത ആളിന് മുമ്പ് മുമ്പ് കുപ്പമുടി എസ്റ്റേറ്റിൽ അത് ഒരു 2 മാസത്തോളം നിന്ന് നീണ്ട കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ ട്രാപ്പ് ചെയ്ത് പിടിച്ചതാണ് ആനിമൽ. ഓക്കെ, ഈ കൃഷ്ണയുടെ അവസ്ഥ എന്താണ്? ഫിസിക്കൽ കണ്ടീഷൻ? പല്ലില്ല, ടീത്ത് ഇഞ്ചുറി ഉണ്ട്, അണ്ടിയൻ വൂൺസ് ഉണ്ട്, സബ്സ്റ്റാൻഷ്യൽ വൂൺസ് ഉണ്ട്, ഫൈറ്റ് വൂൺസ് ഉണ്ട്, ബോഡിയിൽ കംപ്ലീറ്റ് ഫൈറ്റ് വൂൺസ് ഉണ്ടായിരുന്നു. ആനിമല് ഒരു വല്ലാത്തൊരു ക്രൈസിസ് നിൽക്കുന്ന സമയത്തുള്ള ഒരു ഇതായിരുന്നു. അതിനെ കൊണ്ടുവന്നു, ട്രീറ്റ് ചെയ്തു, ആനിമൽ ഹെൽത്തി. എത്ര നാളെ ഇവിടെ വന്നിട്ട്? ഇപ്പം കഴിഞ്ഞ നവംബറിലല്ലേ നമ്മള് മാസങ്ങളായി, 45 days. ഇപ്പൊ ഹെൽത്തിയാണ്. ഇപ്പൊ ഹെൽത്തിയാണ്, സ്റ്റേബിലൈസ് ചെയ്തിട്ടുണ്ട്. അത് ലൈഫ് ത്രെട്ടനിങ് അല്ല. ഓക്കെ, ദെൻ ഹാബിച്വേറ്റഡ് ആയിട്ടുണ്ട്, സിറ്റുവേഷൻ ഹാബിച്വേറ്റഡ് ആയിട്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പുറത്തു വിടാൻ പറ്റില്ല, ഇത് സ്ട്രേ ചെയ്യും. നമ്മൾ ഒരിക്കൽ പുറത്തു വിട്ട ആനിമലാണത്. ആണോ? ഒരിക്കലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് നമ്മൾ ഒരു 1.5 വർഷം മുമ്പ് ടാഗ്ഡ് ആയിരുന്നു. ഇല്ല, റേഡിയോ കോളേഡ് അല്ല. നമ്മൾ പിടിച്ചു, ഇതേപോലെ വന്നു. അപ്പൊ നമുക്ക് ഹെൽത്ത് വലിയ കുഴപ്പമുണ്ടായി തോന്നില്ല. 2 ടീത്ത് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു എവിടെ വിട്ടു? നമ്മൾ ഡീപ്പ് ഇൻസൈഡ് ദ ഫോറസ്റ്റ്, കർണാടക അടുത്തായിട്ട് നമ്മൾ വിട്ടു. അതേപോലെ കൃത്യമായി 1.5 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തി അതേ സ്ഥലത്ത്. അപ്പൊ ഇത് ഓരോ ആനിമലിനും നമുക്ക് ക്യാപ്ചർ ഫോട്ടോസ് ഉണ്ട്, ഇമേജസ് ഉണ്ട്. അറിയാലോ, സ്ട്രൈപ്സ് വളരെ യൂണീക്ക് ആണ്. ഓരോ ടൈഗറിനും ഐഡന്റിഫൈ ചെയ്യും. അതായത് ഈ ഒരു ഫോട്ടോ, നല്ലൊരു ഫോട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ. നമുക്ക് പല ഈ കോൺഫ്ലിക്റ്റ് ആനിമലിലൊക്കെ കംപ്ലീറ്റ് മനസ്സിൽ വരുന്നത് ചോദിക്കായിരുന്നു, ഇത് എങ്ങനെ ഉറപ്പിച്ചു? അയാൾ തന്നെയാണ് തിരിച്ചു വന്നത്. അതെ. 2016 മുതലുള്ള ഇയാളുടെ ഡാറ്റ ഞങ്ങളുടെ കയ്യിലുണ്ട്. 2016 മുതലുള്ള ഡാറ്റ എവിടെയുണ്ട്, എങ്ങനെ മൂവ് ചെയ്യുന്നു ഉള്ള ഡാറ്റ നമ്മുടെ ക്യാമറ ട്രാപ്പിൽ, നമ്മുടെ ക്യാമറയിൽ പതിയുന്നത്. നമ്മളിത് കംപ്ലീറ്റ് ഏരിയ ഗ്രിഡ് ആക്കി തിരിക്കും. 2 കിലോമീറ്റർ സ്ക്വയർ ഗ്രിഡ് ആക്കി തിരിച്ചിട്ട് ഇത് പോകാൻ വഴിയുള്ള സ്ഥലങ്ങളിൽ 2 ക്യാമറ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുക. 2 സ്ഥലങ്ങളിലും അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് അതിന്റെ ഫോട്ടോസ് നമ്മൾ അപ്പം എടുത്തെടുത്ത് നമ്മൾ ആനിമലിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ഓരോ ഇതായിട്ട് നമ്പറായിട്ട് വെച്ചിട്ട് നമ്മളിത് വെക്കും. ഇപ്പൊ ഇവിടെ ഉള്ളതിൽ മാനീറ്റേഴ്സ് അല്ലെങ്കിൽ മനുഷ്യരെ ആക്രമിച്ച ആരുമില്ല. ലാസ്റ്റ് വൺ ഒരാളെ കൊന്നു. നമ്മൾ അവിടുന്ന് ഡാറ്റ് ചെയ്ത് മൈക്കോട് വെച്ച് പിടിക്കും. നമ്മുടെ കർഷകൻ തോമസ്. അതെ. അവനെയാണ് ഇപ്പോ നമ്മുടെ പിന്നെ നമ്മൾ ഇത് വെച്ച്. ഇതാണ് രാജയുടെ അവസ്ഥ. ടീത്തില്ല, പല്ലില്ല. അറ്റത്ത് 2 എണ്ണം കാണുന്നു. ചെറിയ സ്റ്റെമ്പ് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഫുൾ കനയില്ല. കടിച്ചു കഴിഞ്ഞാൽ കൊല്ലാൻ പറ്റില്ല. ആദ്യം ഓടാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് പാന്റിങ് ആവും. അപ്പൊ അത് കംപ്ലീറ്റ് അതിന്റെ സാമ്പിളിംഗ് എല്ലാം നടത്തി അത് കൺഫേം ചെയ്തിട്ടുണ്ട്. ചികിത്സ നമ്മൾ കൊടുത്തു. ചികിത്സ കൊടുത്തു. ലങ്സിന് ചികിത്സ കൊടുത്തു. പക്ഷെ അത് ആ ലങ്സിൽ വരുന്ന സ്കാർ വൂൺസ് ഒരിക്കലും തീർന്നിട്ടുണ്ടാവും. പിന്നെ അത് ഇത് ചെയ്യാൻ പറ്റില്ല. ഇതെന്തുകൊണ്ടുണ്ടാവുന്ന? ഇതിപ്പോ വ്യാപകമാണ്. അല്ലല്ല, ഇത് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു സാധനമാണ്. വലിയ ലാർജർ കാറ്റ്സിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. പാരഗോണിമസ് വെസ്റ്റ്മാനി എന്ന് പറഞ്ഞ ഒരു ഫ്ലൂക്ക് ആണ്. അപ്പൊ അതിങ്ങനെ മറ്റേ നമ്മളെ ബബിൾ പാക്ക് പോലെ ലങ്സിനകത്ത് കംപ്ലീറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് റിസോർവ് ചെയ്ത് പോകുമ്പോൾ ആ ലങ്സ് അത് നാശാവും. ഓക്കെ, അപ്പൊ അക്യൂട്ട് ഫോമിലും വരാം, അല്ലാതെ ക്രോണിക് ഫോമിലും വരാം. കിച്ചുവിനെ കണ്ടു, ലക്ഷ്മിയെ കണ്ടു, രാജയെ കണ്ടു, കൃഷ്ണയെ കണ്ടു. 5ാമത്തതാണ് നമ്മൾ ഏറ്റവും അവസാനം പിടിച്ച. അതായത് തോമസിനെ ആക്രമിച്ചു കൊന്ന കടുവയാണ് നമ്മൾ മൈക്കോട് വെച്ച് പിടിച്ചത്. അനങ്ങാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ സ്ക്വീസിൽ അനങ്ങാം, മൂവ് ചെയ്യാം. ഇതിപ്പോ നമ്മൾ മൂവ് ചെയ്യാൻ പറ്റും. തിരിഞ്ഞു വരാൻ പറ്റില്ല. സർക്കിൾ ചെയ്ത് വരും. സ്ക്വീസ് ടൈറ്റ് ആക്കിയില്ല. ടൈറ്റ് ആക്കിയാൽ മാത്രമേ നമ്മൾ ട്രീറ്റ്മെന്റ് സമയത്ത് മാത്രമേ നമ്മൾ നിർത്തുള്ളൂ. ഈ ഇതിനെയാണ് ഇനി പേരിടാൻ ബാക്കിയുള്ളത്. അധീര അല്ലെങ്കിൽ ഷേർഖാൻ എന്നൊക്കെ നമ്മള് പേരെന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇവര് ചെയ്യുന്ന ഇതാണ്. നമ്മൾ ഒരിക്കലും വി ഡോണ്ട് വാണ്ട് ടു നെയിം ഇറ്റ് ആസ് ഇൻ എ നെയിം. കാരണം വൈൽഡായിട്ട് നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്ന ആനിമലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നെയിം ഇട്ടിട്ട് വിളിക്കുന്നതിൽ നമുക്ക് താല്പര്യമില്ല. ഇത് പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ ഒരു ഇതിനു വേണ്ടി കൺവീനിയൻസിന് വേണ്ടി ഐഡന്റിഫൈ വിളിക്കുന്നത് മാത്രമേ. ഇതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ, ഇതിന്റെ ഇഞ്ചുറീസ് എന്തുവായിരുന്നു? ഇത് ഡീപ് ഫൈറ്റ് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. പുറകിലും അകത്തേക്കുള്ള ഡീപ് ഫൈറ്റ് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. വലിപ്പം ഉണ്ടല്ലോ, ഹ്യൂജ് ആണ്. നമ്മൾ ഇതിനകത്ത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ടൈഗറാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു കർട്ടൻ ഇട്ടിരിക്കുന്നതും ഇങ്ങോട്ട് വന്ന് ഇടിക്കാതിരിക്കാനാണോ, അതല്ല അവിടെ ഒരു പാഡിംഗ് ഉണ്ടോ? അല്ല, പാഡിംഗ് ആളെ കണ്ടിരിക്കുക. വിസിബിലിറ്റി ഒന്ന് കുറച്ചെടുക്കുക. പിന്നെ ആൾക്കാരത് ഡിസ്റ്റർബ് ചെയ്യണ്ട. ആൾക്കാർ തന്നെ നമ്മുടെ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ ഇവിടെ, അല്ലാണ്ട് വേറെ ആരുമില്ല. അപ്പം അവർ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ അത് അറ്റാക്കിങ് വരും. അപ്പൊ അവർക്ക് മാനേജ് ചെയ്യാം, മുകളിൽ കൂടി മാനേജ് ചെയ്യാം. അങ്ങനെ ഒരു ചെറിയൊരു ഹൈഡ് എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം. അപ്പോ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള ഈ പ്രദേശത്തിന്റെ പേര് ഇത് പെപ്പർ യാർഡ് എന്ന് പറയും. പണ്ട് പെപ്പർ ട്രൈബൽ ഇവർക്ക് വേണ്ടി പെപ്പർ
ഇതിന്റെ സ്ഥലമായിരുന്നു. ഓക്കെ. അബാൻഡൻ ആയിരുന്നു, അത് പർപ്പസ് കഴിഞ്ഞു, അങ്ങനെ അത് മാറ്റിയെടുത്താണ്. ഓക്കെ. അപ്പൊ പെപ്പയാടിലെ ഹോസ്പൈസിലാണുള്ളത്. എല്ലാവരെയും കണ്ടു, അടുത്ത് കഴിയുന്നിടത്തോളം ശല്യപ്പെടുത്താതെ അടുത്ത് കണ്ടു. കിച്ചു, ലക്ഷ്മി, രാജ പാടക്കില്, കൃഷ്ണ പാടക്കില് ഏറ്റവും ഒടുവിൽ ക്യാപ്ചർ ചെയ്ത ആളുണ്ട്. അപ്പൊ ഇവിടെ കണ്ട മൃഗങ്ങൾ വളരെ കൃത്യമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇത് ഡിസ്പ്ലേക്കുള്ളതല്ല, കാഴ്ച വസ്തുവല്ല, അതിന്റെ തനത് സ്വഭാവം നിലവിലുള്ള സാഹചര്യത്തിൽ എത്രത്തോളം നിലനിർത്താനാകുമോ അത്രത്തോളം നിലനിർത്തി ഇതിനെ പരിപാലിക്കുക. പാലിയേറ്റീവ് കെയർ എന്നുള്ള ബോർഡ് തന്നെയുണ്ട് ഈ സ്ഥാപനത്തിന്. അതായത് ഇതിന്റെ ശിഷ്ടകാലം വലിയ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, ഇഞ്ചുറി, പരിക്ക് ഒന്നുമില്ലാതെ ചെലവഴിക്കാനുള്ളൊരു ഫെസിലിറ്റിയാണ്.